ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. കത്തോലിക്ക സഭ കണ്ടുപിടിച്ച പേരല്ലത്, സഭ ഇട്ട പേരല്ല ക്രിസ്ത്യാനി എന്നുള്ളത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കണ്ടപ്പോൾ നാട്ടുകാർ വിളിച്ച പേരാണ്. കാരണം ഓരോ ക്രിസ്ത്യാനിയുടെ മുഖത്ത്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് ക്രിസ്തുവിനെ കണ്ടവരാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ പോലിരിക്കുന്നവർ, ക്രിസ്തുവിനെ പോലിരിക്കുന്നവർ എന്ന് കരുതി നമ്മളെ അങ്ങനെ വിളിച്ചതാണ്. ഇന്ന് നമ്മളെ അങ്ങനെ ആരെങ്കിലും വിളിക്കുവോ? നമ്മൾ സ്വയം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തു കൂടെയുള്ളവൻ മാത്രമല്ല, എന്നെ നോക്കുന്നവന് ക്രിസ്തുവിനെ കാണാൻ പറ്റണം. ഞാൻ ക്രിസ്തുവിന്റെ ഓർമ്മയാവണം, ഞാൻ ക്രിസ്തുവിന്റെ ഓർമ്മയാവണം. എന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ ഓർമ്മിക്കാൻ പറ്റണം. അതാണ് ക്രിസ്ത്യാനി നേരിടുന്ന വെല്ലുവിളി. ക്രിസ്ത്യാനി നേടേണ്ട ഏറ്റവും വലിയ ഐഡന്റിറ്റി അതാണ്. എന്നെ കാണുന്നവന് എന്റെ കർത്താവിനെ കാണാൻ പറ്റണം. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ദൈവം കൂടെയുള്ളവനാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള പറച്ചില് മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമം തൊട്ട് എത്രയോ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത വാക്യം നമുക്ക് ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ദൈവം കൂടെയില്ലെന്നുള്ള ഭയം വേണ്ടിനി, ഞാൻ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ് പഴയ നിയമത്തിൽ പറയുന്നൊരു ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് ചെയ്തു കാണിച്ചൊരു ദൈവം. ദൈവം കൂടെയുണ്ട് മക്കളെ. നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം, നമ്മളത് മറന്നുപോകുന്നു. ആ മറന്നുപോകുന്നത് ഓർമ്മപ്പെടുത്താനാണ് അവൻ മനുഷ്യനായി അവതരിച്ചതും അപ്പമായി മുറിഞ്ഞതും. അവനെ ഓർമ്മിക്കാൻ വിശുദ്ധ കുർബാനയില്ലാതെ പറ്റില്ല. നമ്മുടെ ദൈവം, എന്തിന് ദൈവം മനുഷ്യനായി, എന്തിന് ദൈവം കുരിശിൽ മരിച്ചു? ഒറ്റ ഉത്തരേ ഉള്ളൂ, അവന്റെ സ്വന്തമാണ് നമ്മള്. നമുക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആർക്ക് വേണ്ടി അവൻ മരിക്കണം? എനിക്ക് വേണ്ടി അവൻ മരിക്കും. കാരണം ഞാൻ അവന്റെ സ്വന്തമാണ്, ഞാൻ അവന്റെ സ്വന്തമാണ്. ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ വല്ല മാലാഖ വന്നപ്പോൾ പ്രവാചകന്മാര് സഹായിട്ടില്ലായിരുന്നോ? രാജാക്കന്മാരില്ലായിരുന്നോ? ദൈവ സ്വഭാവമുള്ള വളരെ ശക്തന്മാരായ പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നല്ലോ. ചെങ്കടലിനെ രണ്ടായിട്ട് മുറിച്ചു കൊണ്ടുപോയ മോശ തുടങ്ങി അത്രേ മാത്രം ഉണ്ടായിരുന്നു. ഏലിയായും ഏലീശായും ഒക്കെയുള്ള വലിയ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെയും മരണം നമ്മൾ ഓർമ്മിക്കുന്നില്ല. അവരാരും നമുക്ക് വേണ്ടി മരിച്ചത്, അവരാരുമല്ല മനുഷ്യരക്ഷ സാധ്യമാക്കിയത്. പുത്രനായ മനുഷ്യനായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവൻ മനുഷ്യനായത് നമ്മൾ അവന്റെ സ്വന്തമായതുകൊണ്ട്, അവന്റെ കൂടെ ആയിരുന്നവര് അവന്റെ സ്വന്തമായതുകൊണ്ട്. അവൻ അത് ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? ആ ദൈവത്തിന്റെ സ്വന്തക്കാരാണ് നമ്മൾ. അവസാനം ഇപ്പോഴും ശാസ്ത്രത്തിന്റെ, സയൻസിന്റെ ഒക്കെ വലിയ ഉത്തരം, വലിയൊരു ബിഗ് ബാങ് ഉണ്ടായി. ഹിഗ്സ് ബോസോൺ പാർട്ടികൾ പൊട്ടിത്തെറിച്ചിട്ടാണെന്ന്. അപ്പോൾ ആരെ ചോദിച്ചു, ഈ പാർട്ടികൾ ഇവിടുന്ന് വന്നു? അങ്ങനെ ചോദ്യം എപ്പോൾ നിലനിൽക്കും ഏത് ശാസ്ത്രത്തിന്റെ ഉത്തരത്തിനും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്ന വചനത്തിൽ കർത്താവ് എത്രയോ മനോഹരമായി പറയുന്നു, ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം പ്രപഞ്ചത്തെ സർവ്വതിനെ സൃഷ്ടിച്ചു. പിന്നെ എങ്ങനെ ചോദിക്കും എവിടെ നിന്നാണ് ശൂന്യത ഉണ്ടായെന്ന്? കാരണം എന്റെ ദൈവത്തിന് എന്നെ സൃഷ്ടിക്കാൻ, നമ്മളെ സൃഷ്ടിക്കാൻ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനെല്ലാം സൃഷ്ടിക്കുന്ന ദൈവമാണ്. പക്ഷേ ആ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോ, പ്രപഞ്ചത്തിന്റെ സർവ്വ സൗന്ദര്യം നിറഞ്ഞ ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോ, ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചപ്പോ ദൈവം വെറും വാക്കുകൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു. രണ്ടാം അധ്യായത്തിൽ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ട് രീതിയിൽ പറഞ്ഞെടുത്തും തെറ്റാതെ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിൽ, സ്വന്തം സാദൃശ്യത്തിൽ. അവന്റെ ഭാഗമായിട്ടാണ് അവൻ നമ്മൾ സൃഷ്ടിച്ചത്. അവന്റെ ഭാഗമാണ് നമ്മള്. മണ്ണുകൊണ്ട് മെനഞ്ഞ് മനുഷ്യനെ സൃഷ്ടിക്കുന്നെന്ന് പറയാൻ, ദൈവം അവനെ തൊട്ടുകൊണ്ടാണ് അവനെ ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മണ്ണുകൊണ്ട് മെനഞ്ഞ് നമ്മളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. കഴിഞ്ഞില്ല. മണ്ണുകൊണ്ട് മെനയുമ്പോൾ നമുക്ക് തന്ന രൂപമാരുടേതാണെന്നറിയാമോ? കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പഴയ നിയമം തൊട്ടേ നമുക്കതിന്റെ നിഴലുകൾ കാണാം. അവസാനം പറയും, മിശിഹാ തമ്പുരാൻ മനുഷ്യനാകാനിരുന്ന, പുത്രനായ ദൈവം മനുഷ്യനാകാനിരിക്കുമ്പോൾ അവൻ എടുക്കാൻ മനുഷ്യരൂപത്തിലാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലെ സർവ്വമനുഷ്യരെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനായിട്ട് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ മുഖത്ത് ദൈവപുത്രനെ കണ്ടൊരു ദൈവം,
ദൈവപുത്രന്റെ രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചത്. കഴിഞ്ഞില്ല. ആ രൂപത്തിന് ദൈവപുത്രന് സാദൃശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കുള്ള ജീവനായി ദൈവപിതാവ് തന്നത് സ്വന്തം ആത്മാവിനെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും പിതാവിന്റെ ഇഷ്ടപ്പെട്ട രൂപമാണ്, പുത്രനായ ദൈവത്തിന്റെ സാദൃശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ആത്മാവാണ് ഉള്ളിലുള്ളത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നം ഇത് നമ്മുടെ ആഗ്രഹമോ നമ്മുടെ പ്രാർത്ഥനയോ അല്ല. ദൈവ മനുഷ്യനായതിന് കാരണം ദൈവത്തിന്റെ ഇഷ്ടമാണ്. കാരണം അവൻ സൃഷ്ടിച്ച അവന്റെ ഇഷ്ടപ്രകാരം അവൻ രൂപപ്പെടുത്തി തന്ന അവന്റെ ജീവൻ ഉള്ളിലുള്ള ഒരു മനുഷ്യന് അവൻ നേടിയെടുക്കാൻ മനുഷ്യനായി അവതരിച്ചു. കാരണം ഇന്നലെ നമ്മൾ പെസഹ തുടങ്ങുമ്പോ ആദ്യ ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം തുടങ്ങുന്നത് എങ്ങനെയാ? താൻ ദൈവത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ മേൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നമ്മൾ ആ സ്നേഹം എന്നുള്ള വാക്കേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ആ സ്നേഹത്തിന് കാരണം എന്താണെന്ന് യോഹന്നാൻ വളരെ കൃത്യമായി പറഞ്ഞു. കാരണം തനിക്ക് സ്വന്തമായുള്ളവരെ, നമ്മൾ അവന്റെ സ്വന്തക്കാരാണ്, അവന്റെ സ്വന്തമാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മരിച്ചത്. നമുക്ക് സ്വന്തമല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ സഹിക്കത്തില്ല, നമ്മൾ അവരെ സ്നേഹിക്കത്തില്ല, നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മുടെ ദൈവം എന്തിന് ദൈവം മനുഷ്യനായി, എന്തിന് ദൈവം കുരിശിൽ മരിച്ചു? ഒറ്റ ഉത്തരേ ഉള്ളൂ, അവന്റെ സ്വന്തമാണ് നമ്മള്. നമുക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആർക്ക് വേണ്ടി അവൻ മരിക്കണം? എനിക്ക് വേണ്ടി അവൻ മരിക്കും. കാരണം ഞാൻ അവന്റെ സ്വന്തമാണ്, ഞാൻ അവന്റെ സ്വന്തമാണ്. ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ വല്ല മാലാഖ വന്നപ്പോൾ പ്രവാചകന്മാര് സഹായിട്ടില്ലായിരുന്നോ? രാജാക്കന്മാരില്ലായിരുന്നോ? ദൈവ സ്വഭാവമുള്ള വളരെ ശക്തന്മാരായ പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നല്ലോ. ചെങ്കടലിനെ രണ്ടായിട്ട് മുറിച്ചു കൊണ്ടുപോയ മോശ തുടങ്ങി അത്രയും മാത്രം ഉണ്ടായിരുന്നു. ഏലിയായും ഏലീശായും ഒക്കെയുള്ള വലിയ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെയും മരണം നമ്മൾ ഓർമ്മിക്കുന്നില്ല. അവരാരും നമുക്ക് വേണ്ടി മരിച്ചത്, അവരാരുമല്ല മനുഷ്യരക്ഷ സാധ്യമാക്കിയത്. പുത്രനായ മനുഷ്യനായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവൻ മനുഷ്യനായത് നമ്മൾ അവന്റെ സ്വന്തമായതുകൊണ്ട്, അവന്റെ കൂടെ ആയിരുന്നവര് അവന്റെ സ്വന്തമായതുകൊണ്ട്. അവനല്ലാതെ മറ്റാരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? ആ ദൈവത്തിന്റെ സ്വന്തക്കാരാണ് നമ്മൾ. ആ സ്വന്തമായവനെ ഇവിടെ നമുക്ക് കാണിച്ചു തരാനുള്ളൊരു ശ്രമമാണ്. അവനെ ഇവിടെ കാണിക്കാനായിട്ട് ഇവരിവിടെ ശ്രമിക്കുമ്പോ സ്വന്തക്കാരായിട്ടുള്ളവരൊക്കെ ഇവിടെ കാത്തു. സ്വന്തമാണെന്ന് തോന്നുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരടക്ക് കഴിയുമ്പോ അടക്കിന് 10,000 വരും. അടക്ക് കഴിഞ്ഞാലും സ്വന്തക്കാരവിടെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ പോകും. സ്വന്തമെന്ന് തോന്നുന്നു, ഞാൻ അവന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാനിവിടെ ആയിരിക്കും. നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം, ഞാൻ എൻ്റെ ഈശോയുടെ സ്വന്തമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി അപ്പമായി നിറഞ്ഞൊരു ദൈവം, സ്വന്തം രക്തം നമ്മുടെ പാപപരിഹാരത്തിനായി ഒഴുക്കിത്തന്നൊരു ദൈവം. ഈ പെസഹ പഴയ നിയമത്തിലെ പെസഹായുടെ ഓർമ്മയാണോ? പഴയ നിയമത്തിലെ പെസഹ തന്നെ മറ്റൊരു ഓർമ്മയാണ്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം കടന്നുപോയതിന്റെ ഓർമ്മയാണ്. പക്ഷേ നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ ഈ പെസഹ ഇസ്രായേൽ ജനമോ യഹൂദ മതമോ ചെയ്തതിന്റെ ഓർമ്മയല്ല ക്രിസ്ത്യാനി ചെയ്യുന്നത്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മുറിഞ്ഞതിന്റെ ഓർമ്മയാണ് പെസഹാ ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. ഇതെല്ലാം ഓർമ്മയാണ് പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് ഈ ഓർമ്മ എന്നുള്ള വാക്ക് പ്രാധാന്യം വരുന്നത്? കാരണം നമ്മൾ എന്തോ മറന്നുപോയി. എന്താണ് നമ്മൾ മറന്നുപോയത്? ഞാൻ ആരാണെന്നുള്ളത് മറന്നുപോയി. ഞാൻ ആരാണെന്നറിയണം. കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ സ്വന്തമാണെന്നുള്ളത് മറക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭയം, അതാണ് ആദ്യ പുസ്തകത്തിൽ ദൈവം തന്റെ സ്വന്തമായി സൃഷ്ടിച്ച ആദത്തിനും ഹവ്വയ്ക്കും പറ്റിയത്. അവര് പാപം ചെയ്തതോടുകൂടി അവരെ വീണ്ടും തന്റേതായിട്ട് നേടിയെടുക്കാൻ ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ച് ആദം പറഞ്ഞൊരു വാക്യമുണ്ട്, നിന്റെ സ്വരം കേട്ടപ്പോൾ ഞാൻ നഗ്നനായതുകൊണ്ട്. ഭയം ഒളിച്ചതാണ്. ആദത്തിനും ഹവ്വയ്ക്കും എവിടെ നിന്നാണ് ഈ ഭയം വന്നത്? പാപം ചെയ്ത
പിശാച് ഭയപ്പെടുത്തി, ഇനി ദൈവം പോലും നിന്റെ കൂടെ നിൽക്കില്ല, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ഇനി പോലുമില്ല. അപ്പോൾ ഇനി താൻ ആരാ ഭയം, ഇനി തന്റെ കൂടെ ആരുണ്ടെന്നുള്ള ഭയം, ആ ഭയം അവനെ മറഞ്ഞിരിക്കാൻ പ്രേരിപ്പിച്ചു. ആ ഭയം മാറ്റിക്കൊണ്ടാണ് ദൈവം ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. മോശ ചോദിച്ചു, നീ ആരാണ്? ഇസ്രായേൽ ജനത്തോട് ഞാൻ ചോദിക്കുമ്പോ അവര് ചോദിക്കും, നിന്നെ അയച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണം? നമ്മളെല്ലാവരും കരുതി ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ പേരാണെന്നല്ല, ദൈവം പറഞ്ഞത് ഞാൻ കൂടെയുള്ള ദൈവമാണെന്നാണ്. ഐ ആം ഹു ആം, ഞാൻ കൂടെ ആയിരിക്കുന്നവനാണ്, ഞാൻ കൂടെ ആയിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് ഈശോ മിശിഹ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ അവന്റെ പേരും എമ്മാനുവേൽ, ദൈവം കൂടെയുള്ളവൻ. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ദൈവം കൂടെയുള്ളവനാണ്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള പറച്ചിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമം തൊട്ട് എത്രയോ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത വാക്യം നമുക്കറിയാം, ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട്. ദൈവം കൂടെയില്ലെന്നുള്ള ഭയം വേണ്ടിനി, ഞാൻ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഴയ നിയമത്തിൽ പറയുന്നൊരു ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് ചെയ്തു കാണിച്ചൊരു ദൈവം. ദൈവം കൂടെയുണ്ട് മക്കളെ. നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം, നമ്മളത് മറന്നുപോകുന്നു. ആ മറന്നു പോകുന്നത് ഓർമ്മപ്പെടുത്താനാണ് അവൻ മനുഷ്യനായി അവതരിച്ചതും അപ്പമായി മുറിഞ്ഞതും. അവനെ ഓർമ്മിക്കാൻ വിശുദ്ധ കുർബാനയില്ലാതെ പറ്റില്ല. അതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാനയെ അവൻ അർപ്പിച്ചത്. ആ ഭയം മനുഷ്യനായി അവതരിച്ച ഈശോയ്ക്കുമുണ്ട്. ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. എന്തിനാണ് ഈശോ ഇങ്ങനെ ഗത്സമനിയിൽ പോകുന്നതിന് മുമ്പ് പെസഹ അർപ്പിച്ചത്? ഈശോ കുരിശിൽ മരിക്കുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പെസഹായിലെന്ന് ഓർക്കും. പക്ഷേ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് പ്രിയമുള്ളവരെ. അവൻ പെസഹ അർപ്പിച്ചിട്ട് അപ്പം മുറിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇതെന്റെ ശരീരമാണ്. ശരീരം നമ്മൾ ഭക്ഷിക്കും, ആ ശരീരം നമ്മുടെ കൂടെ ആവില്ലേ? അവൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, ആ അനുഭവം ഈശോയ്ക്ക് കിട്ടി. ആ അനുഭവം ഉള്ളവനെ ഗത്സമനിയുടെ രാത്രിയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഗത്സമനിയുടെ രാത്രിയിൽ രക്തം വിയർക്കുന്ന വേദനയുമായി മിശിഹാ തമ്പുരാൻ അവൻ ഗത്സമനിയിൽ പ്രാർത്ഥിച്ചപ്പോ അതുപോലൊരു തോട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. ഗത്സമൻ തോട്ടം എന്ന് പറയുമ്പോ ബൈബിള് വായിച്ചവൻ അറിയാം, പറുദീസ പോലൊരു തോട്ടം. ആ തോട്ടത്തിലും പാപത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് ആദത്തിന് ആ പരീക്ഷണത്തെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞത്, ആദത്തിന് ഹവ്വയ്ക്കും തോൽപ്പിക്കാൻ പറ്റാഞ്ഞത് ഈ ഓർമ്മയില്ലാഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ്. ഈശോയുടെ പ്രാർത്ഥന നമ്മുടെ എല്ലാം പ്രാർത്ഥനയെ, നമ്മുടെ എല്ലാവരുടെയും വിചാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: അപ്പാ പിതാവേ, അപ്പാ, ഞാൻ അപ്പനെ വിളിക്കുമ്പോ ഞാൻ പുത്രനാണ്. ഈശോ പറയാണ്, ഐ ആം ദ സൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഐ ആം നോട്ട് അലോൺ, ദൈവം എന്റെ കൂടെയുണ്ട്. അപ്പാ, അതാണ് ഈശോ ആദ്യം പറയുന്നത്. അപ്പാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങേക്കെല്ലാം സാധ്യമാണ്. തന്റെ വേദന പറയുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപുത്രൻ. അവൻ ഇത് സാധ്യമായതിന് കാരണം ഈ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ഇല്ലാത്തവന് ഗത്സമനിയുടെ രാത്രികളെ തോൽപ്പിച്ച് കടന്നു വരാൻ പറ്റില്ല. നമുക്ക് ഈ വിശുദ്ധ കുർബാന എന്തിനാണ് എന്നും അതിരാവിലെ, അല്ലെങ്കിൽ ഈ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ വലിയ പള്ളികളാകുമ്പോ 10ഉം 13ഉം കുർബാന ഒരു ഞായറാഴ്ച ദിവസം ഈ പള്ളിയിലുണ്ട്. എന്തിനാണ്? ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ നീ ഗത്സമനിയിൽ തളർന്നു വീണു പോകും. ആ പരീക്ഷണത്തെ തോൽപ്പിച്ച് നീ പുറത്തു വരില്ല. ദൈവം കൂടെയുണ്ട്. നീ ആരാണ്? ദൈവം കൂടെയുള്ളവനാണ്. ദൈവം കൂടെയുള്ളവനാണ്. മോശ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പോകാൻ നേരം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ ആരാണ്? ഹു ആം ഐ? ഞാൻ ആരാണ്? ദൈവം പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാവോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അതെങ്ങനെയാണ് ഉത്തരമാകുന്നത്? ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഹു ആം ഐ? ദൈവം കൂടെയുള്ളവൻ. ക്രിസ്ത്യാനി നീ ആരാണ്? ക്രിസ്തു കൂടെയുള്ളവൻ, ദൈവം കൂടെയുള്ളവൻ. സർവ മനുഷ്യരോടും നമുക്ക് പറയാനുള്ളത് ഈ ഓർമ്മപ്പെടുത്തലാണ്. നീ വെറും മനുഷ്യനല്ല, ദൈവം കൂടെയുള്ളവനാണ്. ദൈവം കൂടെയുള്ളവനാണ്. ഈ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. ഈ ഓർമ്മപ്പെടുത്തലാണ് പീഡാനുഭവ ആഴ്ചയിൽ നമ്മളോട്, ഈ ലോകത്തോട് നമുക്ക് പറയാനുള്ളത്. ദൈവം വെറുതെ പറഞ്ഞൊരു ദൈവമല്ല.
വെറുതെ ബൈബിളിൽ എഴുതി വെച്ചേക്കുമല്ല, അവൻ അത് ചെയ്തു കാണിച്ച ദൈവമാണ്. ചെയ്തു കാണിച്ചിട്ട് വിശുദ്ധ കുർബാനയായി അപ്പമായി നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നവനാണ് കർത്താവ്. ഗത്സമനിയിലെ പ്രാർത്ഥന നമ്മളെ അതിശയിപ്പിക്കും. അബ്ബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ. മരിക്കാൻ വന്നവൻ എന്തിനാണത് മാറ്റാൻ പ്രാർത്ഥിച്ചത്? കാരണം എല്ലാ മനുഷ്യനും അനുഭവിക്കുന്ന ഒരു വേദന, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു നൊമ്പരം, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ എനിക്കിത് പറ്റില്ലെന്ന് ഓർമ്മിക്കുമ്പോ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കണം. ഗത്സമനിയിൽ പ്രാർത്ഥിച്ച കർത്താവിനെ ഓർമ്മിക്കണം. അവൻ എങ്ങനെയാണ് ഗത്സമനിയിൽ ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരവും, ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവൻ എങ്ങനെ അതിനെ തോൽപ്പിച്ചെന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. അവൻ അതിനെ തോൽപ്പിക്കാൻ അവന് സഹായമായത് കൂടെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവനും നമ്മളെല്ലാവരും എന്നും മറന്നു പോകുന്നത് ഇതാണ്: ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്റെ കൂടെയുള്ളത് ആരാണെന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ ഭയം മാറും. എന്റെ ഐഡന്റിറ്റി എന്താണ്? ഐ ആം ദ സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവപുത്രനാണ്. അതാണ് ഈശോ പറയുന്നത്. നമ്മൾ ഒട്ടും മോശമല്ല പ്രിയമുള്ളവരെ. കാരണം നമ്മുടെ ഐഡന്റിറ്റി അത് തന്നെയാ. പുത്രനെ പോലെയാണ് നമ്മൾ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, സർവ്വപ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യർക്ക് മാത്രമുള്ളതാണത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എല്ലാവരെയും സഹോദരങ്ങളെ എന്ന് വിളിക്കുന്നത്. സർവരെയും സഹോദരങ്ങളായി കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ഈശോയാണ്. സർവരെയും എല്ലാവരെയും സമഭാവനയോടെ നമ്മൾ കാണുന്നതിന് കാരണം അതാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, ആ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനാണ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അവൻ എന്നും നമ്മളെ ഓർമ്മിപ്പിക്കും. നിനക്ക് പ്രതിസന്ധി ഉണ്ടോ? നീ ഗത്സമനിയിലേക്ക് പോവുകയാണോ? നീ ഓർമ്മിക്കണം, യു ആർ നോട്ട് അലോൺ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ വളരെ പച്ചയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ തനിച്ചാക്കി പോകുന്ന സമയം വന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും. നമുക്ക് അവന്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ലീഹായുണ്ട്. നിന്നെ മരിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ പത്രോസ് ലീഹായുണ്ട്. എപ്പോഴും ഈശോ കൊണ്ട് നടന്ന യാക്കോബും യോഹന്നാനും അവന്റെ മാറിലേക്ക് ചാഞ്ഞു കിടന്ന് അവന്റെ സ്നേഹം അറിഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം ഉണ്ട് കൂടെ. പക്ഷേ ഈശോ പറയുകയാണ്, പ്രതിസന്ധി ഉണ്ടാകുമ്പോ ആരും കൂടെ കാണില്ല, നിങ്ങളെല്ലാം എന്നെ വിട്ടുപോകും. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. ഈശോ ഇത് പറയാൻ ഇറങ്ങി വന്നത് ആരാണ്? ഞാൻ ദൈവം കൂടെയുള്ളവനാണ്. ഈശോയുടെ ഐഡന്റിറ്റി അത് തന്നെയാണ് പ്രിയമുള്ളവരെ. ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോ ഈശോ എന്തിനാണ് ഗത്സമനിയിലെ അനുഭവം കാണിക്കുമ്പോ ഈശോയുടെ പരസ്യജീവിതം തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈശോ പരസ്യജീവിതത്തിൽ ഒരു പരീക്ഷണം നേരിട്ടു. അത് മരുഭൂമിയിലായിരുന്നു. ഇവിടെ ഇതാ ഗത്സമനിയിലെ പരീക്ഷണം. മരുഭൂമിയിലെ പരീക്ഷയ്ക്കും ഈശോ അതിനു മുമ്പ് ഈശോ ചെയ്തത് എന്താണ്? മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ഈശോ പോകുന്നത് വചനം ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും വളരെ കൃത്യമായി പറയും. അനന്തരം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. എന്താണ് ഈ അനന്തരം? അതിനു മുമ്പ് എന്തോ സംഭവിച്ചു. അതാണ് മാമോദീസ. തന്റെ മരുഭൂമിയിലെ പരീക്ഷണത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മാമോദീസയിലൂടെ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായാണ് മരുഭൂമിയിലെ പരീക്ഷയെ നേരിടാൻ പോയതെങ്കിൽ, ഇവിടെ ഇതാ ഗത്സമനിയിലെ പരീക്ഷയ്ക്ക് മുമ്പ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നമ്മളോട് പറയുക, കൂദാശയില്ലാതെ നിനക്ക് പരീക്ഷണങ്ങൾ നേരിടാനാവില്ല. കൂദാശയില്ലാതെ എന്താണ് ക്രിസ്ത്യാനി ചെയ്യുന്നത്? എന്താണ് കത്തോലിക്ക ദേവാലയങ്ങളിൽ നമ്മൾ ഈ ചെയ്യുന്നത്? കൂദാശ അനുഭവങ്ങൾ, കൂദാശയുടെ ആവർത്തനങ്ങൾ നമ്മളോട് പറയുകയാണ്. കൂദാശയാണ് നിന്നെ ഈ പരീക്ഷണങ്ങളിലേക്കും ഗത്സമനിയുടെ അനുഭവങ്ങളിലേക്കും നിന്നെ നേരിടാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നത് കൂദാശകളാണ്. പ്രിയമുള്ളവരെ, ഗത്സമനിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന സുന്ദരമായൊരു സമയമുണ്ട്. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര്, അവർക്കെല്ലാവർക്കും വലിയ സങ്കടമുണ്ടായി. അവരെല്ലാവരും ഈശോ വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് അവര് കാണുന്നതും നമ്മൾ മറക്കാൻ പാടില്ലാത്തതുമായൊരു സംഭവം. പ്രിയമുള്ളവരെ, ഈശോയെ പിടിക്കാനായി വരുന്നത് ആരൊക്കെയാണ്? ഈശോയും 12 ശിഷ്യന്മാരുമാണ് ആ തോട്ടത്തിലുള്ളത്. ആയുധങ്ങൾ എടുത്തൊന്നും ശീലമില്ലാത്തവരാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരെന്ന് അതിനുശേഷമുള്ള സംഭവം വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഈശോ ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഈശോയെ പിടിക്കാനായിട്ട് വന്നവര്
ഈശോയെ നേരിടാൻ വന്നവര് പീലാത്തോസിന്റെ അടുത്ത് നിന്ന് അരമനയിൽ നിന്നുള്ള പട്ടാളക്കാര് 1 2 അല്ല, മിനിമം 100 പേര് കാണും. അതുപോലെ തന്നെ അന്നാസിന്റെയും കയ്യഫാസിന്റെയും ശിഷ്യഗണങ്ങളിൽപ്പെട്ടവര് ആയുധങ്ങളും പന്തങ്ങളും അവര് കർത്താവിനെ പിടിക്കാനായി വരുമ്പോ കർത്താവ് ഒളിച്ചു പോയില്ല. എന്റെ രക്ഷകൻ ആരുടെ മുമ്പിലും മാറി നിൽക്കുന്നവനല്ല. അവൻ അവരോട് മുന്നോട്ട് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വരുന്നത്? ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, നസ്രായനായ യേശുവിനെ. നസ്രായനായ യേശുവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ, കാരണം അവരെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി തരുന്ന ഒരു സംരക്ഷണമുണ്ട്. എന്തിനാണ് കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. അവൻ പാപം ചെയ്ത മനുഷ്യനെ മരിക്കാൻ വിട്ടുകൊടുക്കാതെ അവർക്ക് പകരം അവൻ മരണമേറ്റെടുത്തവനാണ്. അവൻ അവർക്ക് പകരം മരണമേറ്റെടുത്തവനാണ്. എനിക്ക് പകരം എന്റെ പാപത്തിന് ഫലമേറ്റെടുത്തവൻ, എനിക്ക് പകരം വേദനയും കുരിശുമേറ്റെടുത്തൊരു ദൈവം, എനിക്ക് പകരം മരിക്കാൻ തയ്യാറായ ഒരു ദൈവം വേറെ എവിടെയുണ്ട് അങ്ങനെ ഒരു ദൈവം? അതുകൊണ്ട് ഇത് മാത്രമാണ് ദൈവം. ഇതേ ദൈവമാകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരിലൊക്കെ നമുക്ക് ഹീറോകളെ കാണാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പല ഹീറോകളെയും നേരിടാൻ വരുന്നവരെ കൊല്ലുന്ന കാണാം. പക്ഷേ കൂടെയുള്ളവനെ രക്ഷിക്കാൻ സ്വയം ജീവൻ കൊടുത്ത ഒരേ ഒരു ദൈവം ഈശോ മാത്രമാണ്. അവൻ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ ഒരിക്കലും മറക്കാതെ നമുക്ക് സൂക്ഷിക്കാം. ആ ദൈവമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഓർമ്മപ്പെടുത്തലുകളാണ് വിശുദ്ധ കുർബാനയും കൂദാശകളെല്ലാം തന്നെ. ആ കൂദാശകളിൽ നമ്മളോട് പറയുന്ന ആ ഓർമ്മപ്പെടുത്തൽ എന്താണ്? ദൈവം കൂടെയുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം കൂടെയുള്ളവനാണ് ഞാൻ. ക്രിസ്ത്യാനി എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്, പ്രിയമുള്ളവരെ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. കത്തോലിക്ക സഭ കണ്ടുപിടിച്ച പേരല്ലത്, സഭ ഇട്ട പേരല്ല ക്രിസ്ത്യാനി എന്നുള്ളത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കണ്ടപ്പോൾ നാട്ടുകാർ വിളിച്ച പേരാണ്. കാരണം ഓരോ ക്രിസ്ത്യാനിയുടെയും മുഖത്ത്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് ക്രിസ്തുവിനെ കണ്ടവരാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ പോലിരിക്കുന്നവർ, ക്രിസ്തുവിനെ പോലിരിക്കുന്നവർ എന്ന് കരുതി നമ്മളെ അങ്ങനെ വിളിച്ചതാണ്. ഇന്ന് നമ്മളെ അങ്ങനെ ആരെങ്കിലും വിളിക്കുവോ? നമ്മൾ സ്വയം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തു കൂടെയുള്ളവൻ മാത്രമല്ല, എന്നെ നോക്കുന്നവന് ക്രിസ്തുവിനെ കാണാൻ പറ്റണം. ഞാൻ ക്രിസ്തുവിന്റെ ഓർമ്മയാവണം, ഞാൻ ക്രിസ്തുവിന്റെ ഓർമ്മയാവണം. എന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ ഓർമ്മിക്കാൻ പറ്റണം. അതാണ് ക്രിസ്ത്യാനി നേരിടുന്ന വെല്ലുവിളി. ക്രിസ്ത്യാനി നേടേണ്ട ഏറ്റവും വലിയ ഐഡന്റിറ്റി അതാണ്. എന്നെ കാണുന്നവന് എന്റെ കർത്താവിനെ കാണാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഗത്സമനിയിലെ കർത്താവിന്റെ ആ പ്രാർത്ഥനയില് നമുക്കും അവനോട് ചേർന്ന് ആ പ്രാർത്ഥനാ സമയത്ത് അവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. അബ്ബാ പിതാവേ. അങ്ങനെ വിളിക്കണമെങ്കിൽ നമ്മൾ മക്കളാവണം. ആരെയും വെറുതെ അപ്പ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. മകനാണെന്നും മകളാണെന്നും ബോധമുള്ളവർക്ക് ആരെയാണോ അപ്പനെന്ന് വിളിക്കേണ്ടത് ആ ദൈവത്തെ അബ്ബ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ അവന്റെ മക്കളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉള്ളവരെ, നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവം പറയുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു അതിശയം തോന്നും. ദൈവം മരിക്കുമോ? വിശുദ്ധ ഗ്രന്ഥത്തില് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വളരെ മനോഹരമായി പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഈശോ എന്തിനാണ് കുരിശിൽ മരിച്ചത്? ദൈവം എന്തിനാണ് കുരിശിൽ മരിക്കുന്നത്? ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇനി കുരിശുമരണത്തിൻ്റെ കാഴ്ചയിലേക്ക് പോവുകയാണ്. എല്ലാ മനുഷ്യന്റെയും ഉള്ളിലെ ഒരു നൊമ്പരപ്പെടുത്തുന്ന ചിന്തയാണ് കുരിശുമരണം. അതുവരെയും ഭീകരമായിരുന്ന, കാണാനും ഓർമ്മിക്കാനും മടിയുണ്ടായിരുന്ന ഒരു മരണത്തിന്റെ ചിത്രം ഈശോ ആ കുരിശുമരണം ഏറ്റെടുത്തോടുകൂടി സ്നേഹത്തിന്റെ ഓർമ്മ ചിത്രമായി മാറി. സ്നേഹത്തിന്റെ ഓർമ്മയുടെ ഏറ്റവും മനോഹരമായ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ കുരിശിൽ മരിച്ചു കിടക്കുന്ന ദൈവം. പൗലോസ് ശ്ലീഹ മനോഹരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്തിന്റെ താർക്കികന്മാരെവിടെ? ഈ ലോകത്തിന്റെ വിജ്ഞാനികൾ എവിടെ?
ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലേ? ഹി ഹാസ് മേഡ് ദം ഓൾ ഫൂളിഷ്നെസ്. എല്ലാം. അപ്പോൾ നമ്മൾ പോലും അറിയാതെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ വിജ്ഞാന ശാഖയിൽ പെടുന്നതാണ് ദൈവശാസ്ത്രവും. കാരണം കുരിശുമരത്തിന്റെ മുമ്പിൽ ദൈവശാസ്ത്രവും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ നിൽക്കും. കാരണം ദൈവം ആരാണെന്ന് ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് ദൈവം മരിക്കില്ല. പക്ഷേ ഇവിടെ കുരിശിൽ പൂർണ്ണ ദൈവമായവൻ, പൂർണ്ണ മനുഷ്യനായവൻ ഇതാ കുരിശിൽ മരിക്കുന്നു. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമുക്കതിനെങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും? കാരണം ഉത്തരം കിട്ടാതെ നമ്മൾ നിൽക്കുകയാണ് അവന്റെ മുമ്പിൽ. കാരണം അവന് ഒറ്റ ഉത്തരേ നമ്മളോട് പറയാനുള്ളൂ, ഞാൻ സർവ്വ നിയമങ്ങൾക്കും അതീതമായി മരണത്തെ പോലും ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു ദൈവം. കുരിശു മരണം ഈ ലോകത്തിനോട് മുഴുവൻ പറയുന്ന ഒറ്റ സത്യമേ ഉള്ളൂ, ദൈവം തന്റെ ഭാവം പോലും വേണ്ടെന്ന് വെച്ച് തന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ദൈവത്തിന്റെ മരണം, നിത്യത എന്ന് പറയുന്ന അമർത്യനായ ദൈവം മരണം അനുഭവിക്കാൻ തയ്യാറായി. ഒറ്റ കാരണം, അവൻ അത്ര പ്രിയപ്പെട്ട മനുഷ്യനെ നേടിയെടുക്കാൻ. മനുഷ്യൻ മരണം അനുഭവിക്കുന്നതിന് മുമ്പ് ദൈവം ആ മരണം ഏറ്റെടുക്കാൻ തയ്യാറായി. ആദാം ഹവ്വയും പാപം ചെയ്യുമ്പോൾ അന്ന് തന്നെ മരിക്കുമെന്നാണ് വചനം. പക്ഷേ അന്ന് തന്നെ ദൈവം ഇറങ്ങി വന്നിട്ട് മരണം അവൻ പകരക്കാരനായി. എന്തിനാണ് ദൈവം കുരിശിൽ മരിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവം എന്തിനാണ് മനുഷ്യനായി അവതരിച്ചതെന്ന് ചോദിച്ചാൽ, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി അവതരിച്ചിട്ട് ആദാം ഹവ്വയ്ക്കും കൊടുത്ത ശിക്ഷ അവൻ സ്വയം ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മിക്കണം, ദൈവം കുരിശിൽ മരിക്കുന്നത് ഏറ്റവും വലിയ സഹനത്തിന്റെ അടയാളം മാത്രമല്ല, ഏറ്റവും വലിയ ശൂന്യവൽക്കരണത്തിന്റെ അടയാളമാണ്. ദൈവം തന്റെ ദൈവികത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എന്ന് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ നമ്മളത് ഓർമ്മിക്കുമ്പോ നമ്മൾ സ്വയം താഴണമെന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന, നമ്മൾ ഓർമ്മിക്കാത്തൊരു കാര്യമുണ്ട്. ദൈവം എന്താണ് വേണ്ടെന്ന് വെച്ചത്? ദൈവം വേണ്ടെന്ന് വെച്ചത് തന്റെ ദൈവിക ഭാവങ്ങളാണ്. അവൻ അത് വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി കഴിഞ്ഞില്ല. അവനൊരു കൊച്ചു കുഞ്ഞായി കാലിത്തൊഴുത്തിൽ കിടക്കുമ്പോ നോക്കണേ, അവനെ കൊല്ലാൻ വന്ന ഹെറോദോസിനെയും പട്ടാളക്കാരെയും നേരിടാൻ ഒരു ചെറുവിരൽ അനക്കാൻ പറ്റാതെ ഒരു കൊച്ചു കുഞ്ഞായി അവൻ അപ്പന്റെ അമ്മയുടെ കൂടെ വസിച്ചു. അവൻ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല. കാരണം ദൈവം ശക്തിയുടെ ദൈവമല്ലെന്ന് ഈ ലോകത്തോട് പറഞ്ഞു. ശക്തിയുടെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദൈവമായിരുന്നെങ്കിൽ ഹെറോദോസും പടയാളികളും വരുമ്പോ ഈശോ തന്നെ അവിടെ ഒരു മറ സൃഷ്ടിച്ചിട്ടില്ല. 30 വയസ്സ് വരെ അവൻ ഒരത്ഭുതവും ചെയ്തില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെ അന്വേഷിച്ചു പോകുന്നവര് കുരിശിന്റെ ചോട്ടിൽ കാണത്തില്ല. അതിനേറ്റവും വലിയ തെളിവ് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരാണ്, അപ്പസ്തോലന്മാരാണ്. ഒരെണ്ണം മാത്രമാണ് കുരിശിന്റെ ചോട്ടിൽ, ബാക്കിയുള്ളവരെല്ലാം ഓടിക്കളഞ്ഞു. കർത്താവിന്റെ കുരിശിന്റെ ചോട്ടിൽ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടവർ വന്നില്ല? മറിയം ഈ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴൊന്നും കൂടെയില്ല, പക്ഷെ അവളുണ്ടവിടെ. കാരണം അവൾ വിശ്വസിച്ചവളാണ്, അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കാണുന്നവര് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓടും. പ്രിയമുള്ളവരെ, വിശ്വാസമുള്ളവൻ കുരിശിന്റെ ചോട്ടിൽ നിൽക്കും, കുരിശിന്റെ ചോട്ടിൽ നിൽക്കും. പ്രിയമുള്ളവരെ, കർത്താവ് കുരിശിൽ മരിക്കുന്നതിന്റെ ഓർമ്മ കഴിയില്ല. അവൻ കാലിത്തൊഴുത്തിൽ ഒരു കൊച്ചു കുഞ്ഞായി, ശക്തിയൊന്നുമില്ലാത്ത, തന്റെ അത്ഭുതങ്ങളൊന്നും പ്രകടമാക്കാത്ത ഒരു ദൈവം വീണ്ടും അവൻ ദാസനായി തന്റെ മുൻഗാമിയായിട്ട് തന്നെ വിളിച്ച് ഈ ലോകത്തോട് പറയാൻ വന്നവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ കയ്യിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ആ സ്നാപകൻ തന്നെ പറഞ്ഞ, നീ എന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്നത്? ഞാനല്ലേ സ്വീകരിക്കേണ്ടത്? ഈ ലോകത്തിലുള്ള എല്ലാവരോടും പറയുകയാണ്. അധികാരത്തെയും അഭിഷേകത്തിന്റെയും മുമ്പിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഇതിപ്പോ പൂർത്തിയാകുന്നുള്ളത് ദൈവനിയോഗം. ഞാൻ നിന്നേക്കാൾ സ്റ്റാറ്റസിൽ മുകളിലായിരിക്കാം, പക്ഷേ ഇതെന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. അഭിഷേകത്തെ, ദൈവിക പദ്ധതിയെ അംഗീകരിക്കുന്ന ഈശോ കഴിഞ്ഞില്ല. അവൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മുഴുവൻ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നേടിയെടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് അവസാനം നമ്മൾ ഇന്ന് കണ്ടില്ലേ കർത്താവിന്റെ പെസഹയിൽ യോഹന്നാൻ കർത്താവ് അപ്പം മുറിക്കുന്ന പറഞ്ഞില്ല, അവൻ കാല് കഴുകിയത് മാത്രമേ പറഞ്ഞുള്ളൂ. കർത്താവ് എങ്ങനെയാ പറയുന്നതെന്നറിയാവോ? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ ദൈവമാണ്, ആ ഭാവം വേണ്ടെന്ന് വെച്ചു. എന്റെ ഭാവങ്ങളെല്ലാം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോ ഒരു ഗുരുവാണ്, അതുപോലും വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഭാവം ഏതാണ്? കാല് കഴുകി കൊടുക്കുന്നത് അടിമയാണ്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന്റെ പാരമ്പര്യത്തിൽ കാല് കഴുകുന്നത് അടിമയാണ്. ഈശോ പറയാൻ, ഞാനൊരു അടിമയാകാൻ തീരുമാനിച്ചു.
നിന്നെ നേടിയെടുക്കാൻ. അപ്പോഴാണ് പത്രോസ് പറഞ്ഞ് എന്റെ കാല് കഴുകണ്ട. കർത്താവിന് ഒരു കണ്ടീഷനും ഇല്ല ഇതിനകത്ത്. കർത്താവ് ഒറ്റ കാര്യം പറയുന്നത്, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. യു ആർ നോട്ട് മൈ ഓൺ, യു ആർ നോട്ട് മൈ ഓൺ, യു ഹാവ് നോ ഷെയർ വിത്ത് മീ. നിനക്ക് എന്റെ പങ്ക് കിട്ടണമെങ്കിൽ ഞാൻ കാല് കഴുകണം. എന്താണ് ഈ കാല് കഴുകൽ? കുംഭസാരമാണ് പ്രിയമുള്ളവരെ. കുംഭസാരം എന്ന കൂദാശയാണ്. കർത്താവ് കാല് കഴുകാൻ സമ്മതിക്കണം. നമ്മള് എന്റെ കാല് കഴുകണ്ട, എനിക്ക് വലിയ പാപമൊന്നും ഇല്ലെന്ന് ചിന്തിക്കത്തില്ലേ? കാല് കഴുകാത്തവന് കുരിശുമരണം മനസ്സിലാവില്ല. കാല് കഴുകാൻ വേണ്ടി ഇറങ്ങി വന്നവനാ കർത്താവ്. അല്ലെങ്കിൽ യോഹന്നാൻ എന്തിനാണ് ബാക്കി 3 പേരും പറയാത്തൊരു കാര്യം പറഞ്ഞത്? യോഹന്നാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാപം കഴുകാൻ താല്പര്യമില്ലാത്തവൻ മുട്ടയിൽ എഴുന്നിട്ട് കാര്യമില്ല. കുർബാന സ്വീകരിക്കാത്തവൻ കർത്താവിന്റെ കുരിശുമരണം ആഘോഷിച്ചിട്ട് കാര്യമില്ല. കർത്താവ് കുരിശിൽ മരിച്ചത് എന്തിനാണ്? ഞാൻ കൂടെ വസിക്കുന്ന ദൈവമാണ്, നിന്റെ പാപം ഞാൻ കഴുകി കളഞ്ഞോളാം എന്ന് പറയാൻ വേണ്ടിയാണ്. കുമ്പസാരിക്കുന്നില്ലെങ്കിൽ, കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ ദുഃഖവെള്ളി നമുക്ക് വെറും ഒരു ആചരണം മാത്രമാകും. ആ കർത്താവ് നമ്മുടെ മുമ്പില് അവന്റെ ഭാവങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവസാനം മരണം വരെ ഏറ്റെടുക്കാൻ തയ്യാറായി. മരണം വരെ ഏറ്റെടുക്കാൻ തയ്യാറായി. ഒരിക്കലൊരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയാണ്. എന്റെ പെങ്കൊച്ചിനെ അവൻ കയറി പിടിക്കുന്ന കണ്ടപ്പോ എന്റെ നില പോയി അച്ഛാ. എന്റെ മനസ്സിൽ എന്തൊക്കെയോ തലേ കയറി വന്നപ്പോ എനിക്ക് ചുറ്റും നിൽക്കുന്നതൊന്നും കാണാൻ പറ്റിയില്ല. കയ്യിലിരുന്ന കമ്പ് വെച്ച് ഞാൻ അവന്റെ തലക്കെട്ടൊന്ന് അടിച്ചതേ ഓർമ്മയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ എന്റെ ഗതികേടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, അവൻ മരിച്ചുപോയി. ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ കൊലപാതകയായി നിന്ന് സംസാരിക്കുകയാണ്. അവൻ കൊലപാതകം ചെയ്തതല്ല, തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കയ്യിലിരുന്ന ഒരു കമ്പ് വെച്ച് അടിച്ചതാണ്. ദൈവം മരിക്കുമോ? മരിക്കില്ല. ദൈവത്തിന് മരിക്കാൻ പറ്റില്ല. നമ്മളെ എല്ലാം വെല്ലുവിളിക്കുന്ന ഈ ലോകത്തിന്റെ എല്ലാ നിരീശ്വരവാദങ്ങളോടും പറയട്ടെ, ദൈവം മരിച്ചു, ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സാർത്തർ, നീക്ഷെ പോലുള്ളവരൊക്കെ ഉണ്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പാടിയ നിരീശ്വരവാദികളായ കവികളുണ്ട്. അവരുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ചോദിക്കും, കണ്ണു തുറക്കാത്തവൻ ആരാണ്? ഞാൻ ചങ്കുവരെ തുറന്നില്ലേ, ഇനി എന്താണ് ഞാൻ തുറക്കേണ്ടത്? നിന്നെ നേടാൻ ഞാൻ ഇനി എന്താണ് തുറക്കേണ്ടത്? ഒന്നുകിൽ അവൻ എന്റെ ഈശോയെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ട ഭാവമില്ല. നിരീശ്വരവാദികൾ ഇനിയും ഉണ്ടാകും. കാരണം അവരെന്റെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്റെ ദൈവത്തെ അറിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും കണ്ണു തുറക്കാത്തൊരു ദൈവമുണ്ടെന്ന്? ഭാവങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് മണ്ണിൽ ഇഴയുന്ന മനുഷ്യനോ വിണ്ണിൽ ഉറങ്ങുന്ന ദൈവമോ അന്ധനാരെന്ന് പാടിയിട്ടുണ്ട്. പക്ഷേ ഓർമ്മിക്കണേ, വിണ്ണിൽ ഇഴഞ്ഞത് വിണ്ണിൽ ഉറങ്ങുന്ന ദൈവമല്ല, മണ്ണിൽ ഇറങ്ങി വന്ന് മനുഷ്യനായി കാലിത്തൊഴുത്തിലേക്ക് വെറും മനുഷ്യനായി പറന്നു വീണ് എന്റെ കാല് കഴുകാനും മാത്രം അടിമയായി അവസാനം മരണം വരെ അനുഭവിക്കാൻ തയ്യാറായ ഒരു ദൈവം, ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതെന്റെ ദൈവം മാത്രമാണ്. അവൻ മാത്രമാണ് ദൈവം. ആ ദൈവത്തെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം. ആരാണ് നീ? ദൈവം. മരിക്കാൻ പോലും തയ്യാറായ ഒരു ദൈവം കൂടെയുള്ളവനാണ് നീ. ഈ ഒരൊറ്റ ഓർമ്മയാണ് നമ്മൾ എല്ലാ ദിവസവും ആഘോഷിക്കുന്നത്. യു ഹാവ് എ ഗോഡ്. That God is ready to die for you and he is ready to save you at the cost of his death. അവൻ മരിച്ചിട്ടാണെങ്കിലും നിന്നെ നേടും. അങ്ങനെ ഒരു ഹീറോ, he is the only hero. അവൻ മാത്രമാണ് ദൈവം. അത് ആഘോഷിക്കുന്നവരാണ് ക്രിസ്ത്യാനികള്. അത് ആഘോഷിക്കുന്നവരാണ് ഈ ദിവസങ്ങളിൽ ഇത്രയും സമയമെടുത്ത് നമ്മൾ കർത്താവിന്റെ കുരിശുമരണത്തിന് വേണ്ടി കാത്തിരുന്നത്. പ്രിയമുള്ളവരെ, കുരിശുമരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ദൈവം നിന്നെ നേടിയെടുക്കാൻ അവൻ തന്റെ ഭാവങ്ങളെല്ലാം വിട്ട് കുരിശിൽ മരിക്കാൻ വരെ തയ്യാറായി. അവനെ വിട്ടുപോകാതിരിക്കാം. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് താഴോട്ട് നോക്കിയിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് മോർ ഐ ഷുഡ് ഡു? ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുമാത്രം മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കുരിശുമരണം നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കർത്താവ് നമുക്ക് വേണ്ടി എടുത്ത ത്യാഗങ്ങളുടെ എല്ലാ ഓർമ്മയുണ്ട്. ഗത്സമനയിൽ ഈശോ അനുഭവിച്ച വലിയ വേദന, മരുഭൂമിയിൽ ഈശോ നേരിട്ട പരീക്ഷണം, ഇത് അവസാനം ഈശോ കുരിശിൽ. എന്തുകൊണ്ടാണ് ഈശോ ഗത്സമനയിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഏതായിരുന്നു ആ മണിക്കൂർ? ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ
ദൈവം എന്നുള്ള വാക്കുപയോഗിച്ച് വിളിക്കാത്ത പുത്രൻ. കാരണം അവന് ദൈവം പിതാവാണ്. എപ്പോഴും അവൻ വിളിച്ചിരുന്നത് എന്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, അബ്ബാ, പിതാവ് എന്ന് മാത്രം വിളിച്ചിരുന്ന പുത്രൻ കുരിശിൽ കിടക്കുമ്പോൾ 7 പ്രാവശ്യം സംസാരിക്കും. അതിൽ 6 പ്രാവശ്യവും പിതാവേ എന്ന് വിളിച്ചാണ്. പക്ഷെ ഒരു പ്രാവശ്യം മാത്രം മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ, എൽ എൽ ലിമാ സബക്താനി. നമ്മളൊക്കെ എല്ലാ പ്രാവശ്യവും ദുഃഖവെള്ളിയാഴ്ച കേൾക്കുന്ന ഒരു വാക്യമാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവം പുത്രനായി അവതരിച്ചപ്പോ, മനുഷ്യനായി അവതരിച്ചപ്പോ കുരിശിലെ സഹനങ്ങൾക്കിടയിൽ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിച്ചിട്ട് എന്തുകൊണ്ട് പിതാവായ ദൈവം ഇറങ്ങി വന്നില്ല? പിതാവായ ദൈവം എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നു? ഇന്നും പലരും ചോദിക്കും, സഹനങ്ങളുടെ നടുവിൽ ദൈവം എവിടെയാണ്? എത്രയോ ദിവസങ്ങൾ സഭ പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം അവിടെ ഇടപെടാത്തത്? ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തെക്കാൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയുണ്ട് പ്രിയമുള്ളവരെ. അത് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. കുരിശിലേക്ക് നോക്കുമ്പോ കുരിശിൽ കിടക്കുന്ന ഈശോ, എന്തുകൊണ്ട് ഈശോ കുരിശിൽ കിടന്നെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. ഈശോട് ചോദിക്കണം, നീ എന്തുകൊണ്ടാണ് കുരിശ് മരണം ഏറ്റെടുത്തത്? ബാക്കി എത്രയോ ചോദ്യങ്ങൾ ഈശോക്കെതിരെ വന്നു. ഈശോക്കെതിരെ പല ആരോപണങ്ങൾ വന്നു. ഒരാരോപണവും പീലാത്തോസ് അംഗീകരിച്ചില്ല. അവനെ ചാട്ടവാർ അടിച്ചുകൊണ്ട് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞപ്പോൾ അവസാനം അന്നാസും കയ്യഫാസും ചോദിച്ചു, നീ ദൈവപുത്രനാണോ? അപ്പോൾ ഈശോ, നിശബ്ദനായിരുന്ന ഈശോ സംസാരിച്ചു. അതെ, കാരണം തന്റെ ഐഡന്റിറ്റി ഒരിക്കലും ഈശോ മറക്കത്തില്ല. ഞാൻ ദൈവപുത്രനാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈശോയെ കുരിശിൽ തറച്ചത്. പക്ഷേ കുരിശിൽ കിടക്കുമ്പോൾ വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു. മരുഭൂമിയിലെ പരീക്ഷ പിശാചും ഇത് തന്നെ ചോദിച്ചേ, നീ ദൈവപുത്രനാണെങ്കിൽ. ഇതാ ഇവിടെ വീണ്ടും കുരിശിൽ കിടന്നപ്പോൾ അവരതാ ചോദിക്കുന്നേ, നീ ദൈവപുത്രനാണ്, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്. ദൈവം എവിടെ? ഈശോ എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല? കാരണം ഈശോ കുരിശിൽ കിടക്കുമ്പോ ദൈവപിതാവിന്റെ കരങ്ങളിലാണ്. ദൈവപിതാവിന്റെ കരങ്ങളിൽ കിടക്കുന്നവൻ അവിടെ നിന്ന് ഇറങ്ങി വരാൻ തോന്നില്ല പ്രിയമുള്ളവരെ. ഇത് വെറുതെ ഒരു ചിന്ത മാത്രമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആദിയിൽ ദൈവത്തിന്റെ മടിയിലിരുന്ന പുത്രൻ ഇതാ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോ തന്റെ അന്ത്യത്തിൽ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കുരിശിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. നമ്മൾ സഹനങ്ങൾ വരുമ്പോ ഇറങ്ങിപ്പോകുന്നത്, സഹനങ്ങൾ കഴിയുമ്പോ നമ്മൾ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്ന അനേകർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം എന്നാ? ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാൻ, ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മയില്ല. ഈശോ കുരിശിൽ കിടക്കുമ്പോ അവൻ മരണത്തിലേക്ക് പോകുമ്പോഴും അവൻ ഓരോ ഓർമ്മ മാത്രം പോയില്ല. ദൈവം, എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട് ഈ മണിക്കൂർ. പക്ഷെ ആ ഓർമ്മ എല്ലാ പാപിക്കും ഉണ്ടാകും. ദൈവം മറന്നുപോയി, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോകുന്നതാണ് ഒരു പാപിയുടെ ഏറ്റവും വലിയ ശിക്ഷ. ആദം മുതൽ ഇന്ന് വരെയുമുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വപാപത്തിന്റെയും ഫലം ഈശോ കുരിശിൽ അനുഭവിച്ചെന്ന് പറയുമ്പോ വെറും വേദന മാത്രമല്ല, ചാട്ടവാറടി മാത്രമല്ല, മുൾക്കിരീടം മാത്രമല്ല പ്രിയമുള്ളവരെ. അവൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന സ്വന്തം പിതാവായ ദൈവത്തെ കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ ഈശോയ്ക്ക് പോയി. അതുകൊണ്ടാണ് മൈ ഗോഡ് എന്ന് വിളിച്ചത്. ദൈവമേ എന്നാണ് വിളിച്ചത്. പിതാവേ എന്ന് വിളിച്ചോണ്ടിരുന്ന ഈശോ ആ സമയത്ത് പിതാവാണോ എന്നുള്ളതോ, പിതാവാണ് എന്തുകൊണ്ട് എന്റെ കൂടെയില്ല, ആ തോന്നലും ഈശോ അനുഭവിച്ചു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈശോ കാണിച്ചു തരുവാണ്, ആ തോന്നലാണ് ഏറ്റവും വലിയ പാപം, ആ തോന്നലാണ് ഏറ്റവും വലിയ ശിക്ഷ. പക്ഷേ ഈശോ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് തലചായ്ച്ചു എന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ആ വേദനയെയും അതിജീവിച്ച കർത്താവ് തന്റെ അവസാന വാക്യങ്ങൾ മനോഹരമായി പറഞ്ഞു തീർക്കും. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മൈ ഫാദർ, അപ്പ എന്നുള്ള ബോധം എപ്പോഴും ആ പുത്രനുണ്ടായിരുന്നു. ആ ബോധം, ആ ഓർമ്മയാണ് കുരിശിലും നമ്മളെ സഹായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വെള്ളിയാഴ്ചയിലെ, ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ ധ്യാന വിചിന്തനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയിൽ നിങ്ങൾ ഇവിടെ ആയിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞാൻ ആരുടെ മുഖം നോക്കിയില്ല. കാരണം എല്ലാവർക്കും ഈശോയുടെ മുഖമായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോ കൂടെയുള്ളവര്, ദൈവം കൂടെ ഉണ്ടെന്ന് ബോധമുള്ളവരാണ് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട സുവിശേഷം എന്താണ്? ഒറ്റ സുവിശേഷമേ ഉള്ളൂ. യു ഹാവ് എ ഗോഡ്, ദാറ്റ് ഗോഡ് ഈസ് യുവർ ഫാദർ. നിനക്ക് പിതാവ് ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഭരിക്കാൻ തയ്യാറായ ഒരു പുത്രനായ ദൈവമുണ്ട്, എന്നേക്കും നിന്റെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. നമ്മൾ വിചാരിക്കും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും ഒരു വ്യക്തിയാണ്. 3 വ്യക്തികള് ഒരു ദൈവമാണ്. ഈ
പേർക്കും ഒറ്റ സ്വഭാവമേ ഉള്ളൂ. അതാണല്ലോ ഒരു ദൈവം എന്ന് നമ്മൾ വിളിക്കുന്നത്. ദൈവം കൂടെ വസിക്കുന്നു, ഈശോ കൂടെ വസിക്കുന്നു, പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. ഇത് മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എപ്പോഴും പറയുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന പിതാവായ ദൈവം എപ്പോഴും കൂടെ വസിക്കുന്ന ദൈവം. പുത്രനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ പേര് തന്നെ അത് എമ്മാനുവേൽ, ദൈവം കൂടെ വസിക്കുന്നു. അവൻ അങ്ങനെ പറയുക മാത്രമല്ല, കൂടെ വസിക്കാൻ കുർബാനയായി. വെറുതെ കൂടെ വസിക്കുകയല്ല, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി എന്നിൽ അലിഞ്ഞ് അവൻ ഞാനായി തീരുന്നു. ഈശോ പോകാറായപ്പോൾ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് വരും. എന്തിന്? എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ. നമ്മളാരാണ്? പിതാപുത്രൻ പരിശുദ്ധാത്മാവ് കൂടെയുള്ളവരാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.